പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. സുഖമായിരിക്കുന്നുവോ? നന്നായിരിക്കുന്നുവോ? ഇല്ല അല്ലേ? ഏതോ ഒരു സങ്കടമുണ്ട്, മനസ്സിനകത്ത് ഒരു ക്ലേശമുണ്ട്, അത് പുറത്തു പറയാനാവുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് പരിഭ്രമിക്കുന്നു. ഇന്ന് ദൈവം എന്തെങ്കിലും പറയുമെന്ന് കാത്തിരിക്കുകയാണോ നിങ്ങൾ? യെശയ്യാവ് 57 അധ്യായം 18 വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ അവരെ നടത്തി അവരുടെ ദുഃഖിതന്മാർക്ക് വീണ്ടും ആശ്വാസം വരുത്തും. ദൈവം പറയുന്നു, ദുഃഖിക്കുന്ന നിങ്ങൾക്ക് വീണ്ടും ആശ്വാസം നൽകുമെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എത്രയോ പ്രാവശ്യം ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ കരഞ്ഞപ്പോഴും പരിഭ്രമിച്ചപ്പോഴും, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴും ആശ്വസിപ്പിച്ചിട്ടുണ്ട് അല്ലേ? വീണ്ടും നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് ദൈവം പറയുന്നു. യേശുക്രിസ്തു ആശ്വാസത്തിന്റെ ദൈവമാണ്. സകല വിധത്തിലുള്ള ആശ്വാസത്തിന്റെ ദൈവമാണ്. പാപത്തിൽ വീണ് കരഞ്ഞുകൊണ്ടുവന്ന സ്ത്രീയെ നോക്കി, മകളെ, നീ കരയേണ്ട, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ സമാധാനത്തോടെ പോ എന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞു. ലോകം മുഴുവനും അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ ദൈവം അവളെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചു. വിധവയായ ഒരു സ്ത്രീ തന്റെ മകനെ ഓർത്ത് കരഞ്ഞുകൊണ്ട്, എന്റെ ഒരേയൊരു മകനെ നഷ്ടപ്പെട്ടുവല്ലോ, ഇനി ഈ ലോകത്തിൽ എന്റെ കാര്യം നോക്കാൻ ആരാണുള്ളത് എന്ന് കരഞ്ഞുകൊണ്ട് വരുന്നു. നാട്ടിലുള്ളവരെല്ലാം അവളുടെ കൂടെ പോകുന്നു. പക്ഷേ ആരും അവളെ ആശ്വസിപ്പിച്ചില്ല. യേശു അവളുടെ കണ്ണുനീർ കണ്ട് അടുത്തു ചെന്ന്, സ്ത്രീയെ, നീ കരയരുത്, നീ കരയുന്നതെനിക്ക് സഹിക്കാനാകുന്നില്ല, കരയരുത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആശ്വാസം നിലനിൽക്കാനായി അവൾക്കൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു. മരിച്ചുപോയ മകനെ ജീവിപ്പിച്ചു. യേശു ആശ്വാസദായകനാണ്. ഇന്ന് നിങ്ങൾ മുറിവേറ്റ ഹൃദയത്തോടെ എന്നെക്കുറിച്ച് പറഞ്ഞുവല്ലോ, കുറ്റപ്പെടുത്തിയല്ലോ, അപമാനപ്പെടുത്തിയല്ലോ, ഞാൻ എന്തിന് ജീവിക്കണം, ആർക്കുവേണ്ടി ജീവിക്കണം, എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരാണുള്ളത് എന്ന് ചിന്തിക്കുകയാണോ? യേശു നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, മകളെ, നിനക്ക് ഞാനുണ്ട്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്ന നല്ല പിതാവാണ്, നീ കരയരുത്, സങ്കടപ്പെടരുത്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് ആശ്വസിപ്പിക്കുന്നു. മകനെ, എന്തിനാണ് പരിഭ്രമിക്കുന്നത്? ആരെന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ നിന്നെ മനസ്സിലാക്കുന്ന അത്ഭുതവാനായ ദൈവമാണ്. ഞാൻ നിന്റെ പിതാവാണ്, നിനക്കമ്മയുമായിരിക്കും, നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്, നിനക്ക് ഞാൻ മതി എന്ന് ആശ്വസിപ്പിക്കുന്നു. ആ യേശുവിന്റെ ആശ്വാസത്തിനുള്ളിൽ നിങ്ങൾ കടക്കണം. ആ ആശ്വാസത്തെ നിങ്ങൾ സ്വന്തമാക്കണം. മഗ്ദലന മറിയം കല്ലറവാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, സ്ത്രീയെ, ആരെയാണ് തിരയുന്നത്, എന്തിനാണ് കരയുന്നത് എന്ന് ആശ്വസിപ്പിച്ചു. മാർത്തയും മറിയയും ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുവും കരഞ്ഞു, തന്റെ കണ്ണുനീരുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങളുടെ കൂടെ കരയുന്ന ഒരു ദൈവം നിങ്ങളോടൊത്ത് സന്തോഷം നൽകും, നിങ്ങളോടൊത്ത് ആനന്ദിക്കും. നിങ്ങളോടൊത്ത് നിങ്ങൾ കരയുമ്പോൾ യേശു കരയും, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാനും നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും. അതാണ് യേശു ക്രിസ്തു. എല്ലാ വിധത്തിലുമുള്ള ദൈവിക ആശ്വാസമാണവൻ. ഇന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നു. ദൈവമേ, എന്റെ വേദനകൾ അസഖ്യമാണ്, എന്തു പറയണമെന്നറിയില്ല, എന്റെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുന്നു, എനിക്കൊരാശ്വാസം വേണമെന്ന് ചോദിക്കുമോ? ഇപ്പോൾ ഹൃദയത്തിൽ കൈവച്ച് ഇപ്പോഴെന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പറയൂ. പിതാവേ, ഞാൻ വീണ്ടും ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ മകൻ കരയുന്നു, ഈ മകളും കരയുന്നു, ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരാശ്വാസത്തിനായി തുടിക്കുന്നു. അങ്ങയുടെ മക്കളെ വീണ്ടും ആശ്വസിപ്പിക്കണമേ, ആ ദുഃഖത്തെ മാറ്റണമേ, മുറിവുകളെ മാറ്റണമേ. ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷം ഇപ്പോൾ തന്നെ കൊടുക്കണമേ. അവരുടെ ഹൃദയം ആശ്വസിക്കുമാറാകട്ടെ. ആ ആശ്വാസം ഹൃദയത്തെ നിറയ്ക്കട്ടെ. അങ്ങവർക്ക് വേണ്ടി കാൽവരി കുരിശിൽ രക്തം ചൊരിഞ്ഞതിന്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ആശ്വാസം ഹൃദയത്തെ നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ